ആ പ്രകാശേ, ഇല്ല, ഞാൻ മെസ്സേജ് വായിച്ചിരുന്നു നീ അയച്ചത്. നമുക്ക് ഇപ്പോൾ ഈ വീടും സ്ഥലമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പഴയ വീടാണെങ്കിൽ ഒരു വീടുണ്ട്. പഴയ വീടാണ്, ഓടിട്ട വീടാണ്. നിങ്ങൾ പറഞ്ഞ പൈസയ്ക്കൊക്കെ അത് ഏതാണ്ട് ശരിയാവും തോന്നണം. അത് പക്ഷേ ഒരു കുടുംബ ഷെയറാണ്, 2 സഹോദരങ്ങളെ ഇതാണ്. അതിൽ ഒരു സഹോദരി കുഴപ്പമില്ല, ഒരു ആൾ ചിലപ്പോൾ ഇച്ചിരി ഉടക്കി നിൽക്കും. വിലയൊക്കെ നമുക്ക് ന്യായമായിട്ട് വാങ്ങിക്കാം. നല്ല പാർട്ടിയില്ലേ? കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം പോലെ തന്നെ. ശരി, ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വിളിക്കാം. ശരി 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 ശരി. നല്ലൊരു കോള്. എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താ പറഞ്ഞു വന്നേന്ന് കേട്ടാ. നല്ലൊരു ഉഗ്രം കോളാണ്. ഒരു അമേരിക്കക്കാരന് പഴയ വീട് വേണമെന്ന്. ഇത് കൊടുത്താൽ ഇപ്പം നല്ല വില കിട്ടും. വെറുതെ ഇതിനായിട്ട് ഇടിഞ്ഞ് നമ്മുടെ തലയിൽ കൂടെ വീണവരെ കാത്തിരിക്കണ്ട. അതാ, വെറുതെ വലിയൊരു കുത്തിക്കൊല്ലണവരെ നിങ്ങളും കാത്തിരിക്കണ്ട. ഞാനങ്ങ് കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് പോയാൽ മതിയല്ലോ. തങ്കം, ഇത് ഒന്നേ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ, ഇത് നിങ്ങളിത് ഇത് രണ്ടാക്കി ഇല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ചെയ്ത് നമ്മളത് തരാൻ പറ. പക്ഷെ അങ്ങനെ ഈ പറമ്പ് നിങ്ങളെ കടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ മാന്തുന്നുണ്ട്. ഞാൻ പറയണത് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇപ്പോൾ അമ്മയുടെ ആ തറവാട് വീട് അമ്മാവനും ഓഹരിയുള്ളതാണ്. അമ്മാവൻ വേണ്ട, അമ്മ എടുത്തോളാൻ പറഞ്ഞു. അതുപോലെ നിൻ്റെ ആങ്ങളെടുത്ത് ഇത് ഇനി വിട്ടുതരാൻ പറയും. എന്നിട്ട് അവൻ്റെ അടുത്ത് അവിടെ പോയി താമസിക്കാൻ പറയും. ഇതിനെ നമുക്ക് എൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടാ. ഇതിപ്പോൾ അവന്റെ പോർഷനും കൂടി ഇങ്ങോട്ട് തരാനാ മൊത്തം. ഞാൻ ചോദിച്ചിട്ട്, ഇപ്പൊ അമ്മാവൻ അത് വേണ്ടാന്ന് പറഞ്ഞ സഹോദരിക്ക് കൊടുത്തില്ലേ, പിന്നെ ഇവനെന്തുണ്ടോ സഹോദരിക്ക് കൊടുത്തൂടാ? അത് സത്യമാണ്. എന്നിട്ട് ഇത് കണ്ട അടിപൊളിയായിട്ട്, ഇത് ഏതാണ്ട് ഒരു പുരാവസ്തു സെറ്റപ്പാണ്. ഈ ഫോറിനേഴ്സൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇതിൽ നമ്മൾ ഇച്ചിരി കൊത്തുപണി അത് ഇതൊക്കെ ചെയ്ത് 2 ചൂരൽ കസേരയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഊഞ്ഞാലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസോർട്ടാക്കാം. ഇത് ഇപ്പം വന്നേക്കുന്ന അമേരിക്കൻ പാർട്ടിക്ക് അതിനുള്ള ഐഡിയ ആണ്. ഇത് നമ്മളെ കയ്യിൽ ഒരു സാധനം ഇരിക്കുമ്പോൾ ഈ ചള്ളിലേ ചാറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് നമ്മൾ ഇനി ഇത് ഇങ്ങനെ കൊണ്ടുപോയാൽ എന്തെങ്കിലും ഒരു ദിവസം ഇടിഞ്ഞ് തലയിൽ കൂടെ വീഴും. അതിലും നല്ലത് ഇത് ഇങ്ങനെ ചെയ്യാം. അതിലും പുരാവസ്തുവായിട്ടൊരു ഒരെണ്ണമുണ്ട്. ബൈക്കിൽ ഒരാൾ ലോകം ചുറ്റണുണ്ട്. അയാൾ അതിലും നല്ല പുരാവസ്തുവാണ്. അത് വിറ്റിട്ടുണ്ടെങ്കിൽ അതിനെവിടെയെങ്കിലും കൊണ്ടുവന്നിരുത്താം. പോലെ 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 പോയോ? ഇന്നലെ ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. രാത്രി കൊണ്ട് പറയാൻ പറ്റും. നമ്മുടെ മേലെ കടയിൽ ലോട്ടറി കട നടത്തുന്ന ഷിഹാബണ്ണ ഉണ്ടല്ലോ, ഷിഹാബണ്ണ ഞാൻ വൈകിട്ട് പണി കഴിഞ്ഞിട്ട് വന്നപ്പോൾ എൻ്റെ പോക്കറ്റിൽ പൈസ ഇരിക്കുന്നു മനസ്സിലാക്കിയിട്ട് തോന്നുന്നു ഒരു ലോട്ടറി എടുക്കാൻ പറഞ്ഞു. ആകെ 10 ടോക്കൺ. ഫോണല്ലേ എവിടെയോ കിടന്ന് അടിക്കുന്നത്. ഒരു കാര്യം പറയാൻ സമ്മതിക്കത്തില്ല. ഹലോ, പെട്ടെന്നോ റൊണാൾഡേ, ഈ സാധനം ഉണ്ടല്ലോ, ഇത് രക്തം ഊറാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടാ. രക്തം ഊറാനോ? അതുകൊണ്ട് നീ ഇടയ്ക്ക് ഇത് കഴിക്കണം. ചേച്ചി, ഹലോ. ഈ തങ്കം ഗ്ലീറ്റസിന്റെ വീട് അതാണ്. എവിടുന്ന് വരുവാ? കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ്. ഈ സീത ലോൺ എടുത്തിട്ട് കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ചേച്ചി, ചേച്ചി, ബാങ്കിൽ നിന്നാ. മറ്റേ സീത ചേച്ചി പൈസ അടച്ചില്ലല്ലോ, സീത ചേച്ചി പൈസ അടച്ചില്ലല്ലോ, അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അതെ, സീത ചേച്ചിക്ക് വേണ്ടിയിട്ട് ആൾജാമ്യം നിന്നത് ഈ ചേച്ചിയാ, തങ്കം ചേച്ചിയാ. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സംസാരിച്ചാൽ മതി. നീ അവിടെ പോ, ഡാൻസ് ക്ലാസ് എടുക്കാൻ താമസിച്ചു. ചേച്ചി, ഞാൻ ബാങ്കിൽ നിന്നാണേ. മറ്റേ സീത എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ചേർന്ന് ലോൺ എടുത്തിട്ടില്ലേ? കഴിഞ്ഞ മാസം അടച്ചിട്ടില്ല, ഈ മാസം അടച്ചിട്ടില്ല. ഞാൻ പക്ഷേ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് സാറേ. ചേച്ചി, നിങ്ങൾ അടച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പരസ്പര ജാമ്യത്തിനല്ലേ ലോൺ എടുത്തത്. അപ്പം നിങ്ങളുടെ കൂടെ ജാമ്യം തിന്ന ആള് അടയ്ക്കാതിരുന്നിട്ട് കാര്യം എന്താ? സാറേ, സാറ് പറഞ്ഞത് ശരിയാണ്. ഞാൻ ജാമ്യം നിന്ന ആള് പൈസ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ടാണോ സാറേ വരേണ്ടത്? അവരുടെ വീട്ടിലല്ലേ സാറേ ചെല്ലേണ്ടത്? ചേച്ചി, ഞാൻ അവരുടെ വീട്ടിൽ പോയി, അവിടെ ആളില്ല. അവരെ വിളിച്ചിട്ട് ഫോണിലും കിട്ടുന്നില്ല. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നം. അവരുടെ വീട്ടിൽ ആളില്ല, അവരെ വിളിച്ചാൽ ഫോണിൽ കിട്ടണില്ല. എനിക്ക് ചത്ത് കളയാൻ പറ്റുമോ സാറേ? ഞാൻ സത്യസന്ധ ആയതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർ പോയ പോലെ മുങ്ങിയ പോലെ എനിക്കും പോകാൻ പാടില്ല സാറേ. പക്ഷെ ലോൺ എടുക്കുമ്പോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ.
ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് സാറേ? ഞാൻ പിന്നെ എന്തോ വേണ്ടേ? ഞാൻ നിങ്ങളുടെ ബാങ്കിന്റെ പേരിൽ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതിയോ? ആരത്? ക്ലീറ്റോ മറ്റേ ലോൺ എടുത്തില്ലേ നമ്മളന്ന് പരസ്പര ജാമ്യത്തില്, അവരെ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളോട് അടയ്ക്കാൻ പറയുക. എന്താ അവരടയ്ക്കാത്തത്? എനിക്കറിയില്ല ചേട്ടാ, ഇവരെല്ലാവരുടെ പരസ്പര ജാമ്യത്തിനാണ് ലോൺ വായിക്കുന്നത്. ഓ അതങ്ങനെ തന്നെയല്ലേ എടുക്കണത്. അതിപ്പോ ഇവിടെ അടച്ചില്ലെങ്കിൽ ഇവളല്ലല്ലോ അടയ്ക്കാത്തത്. അടയ്ക്കാത്ത ആളിനെ പോയി പിടിക്കും നിങ്ങള്. ഇവരെല്ലാവരോടും ഒരുമിച്ചാണ് എടുത്തത്. അതെ ഇപ്പൊ നീ ആർക്കാ ജാമ്യം നിന്ന്? സീത. ആ സീത എന്ന് പറഞ്ഞാൽ അവരെ പോയി കാണും നിങ്ങൾ. അവരെ പോയി കണ്ടിട്ട് അവരുടെ അടയ്ക്കാൻ പറയും. അവിടെ പോയി ഇല്ലേ അവര് പോയാ? അവരെ അവിടെ കാണുന്നില്ല. വിളിച്ചിട്ട് കിട്ടണില്ലേ? വിളിച്ചിട്ടും കിട്ടുന്നില്ല. എന്തോന്ന് തങ്കം ഇത്. ഇതിപ്പോ എത്ര എണ്ണം മുടങ്ങി? ചേട്ടാ, കഴിഞ്ഞ മാസം അടച്ചില്ല. ഈ മാസം താ പെൻഡിങ് ആണ്. എന്തടവല്ലേ ഉള്ളൂടെ? അതിന് ഇങ്ങനെ വേളം വെക്കണോ ഇനി? രണ്ടടവ് അടവ് തന്നെ ചേട്ടാ. ശരി, ഇതിപ്പോ ഞങ്ങളിത് അവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ നാട് വിട്ടൊന്നും പോയിട്ടില്ലല്ലോ. നിങ്ങളുടെ കാര്യം മാത്രമല്ല, ഇവര് പരസ്പര ജാമ്യത്തിന് എടുക്കുമ്പോൾ എഗ്രിമെന്റ് ഉണ്ട്. ഓ അതുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരു 2-3 സംഘടനയുടെ ആളാണ് ഞാൻ. ഇതെല്ലാം ഒരുപാട് ലോണൊക്കെ കയറി ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇതിപ്പോ 2 എണ്ണം മുടങ്ങി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വേളം വെക്കല്ലേ? ഇച്ചിരി സമയം കൊടുക്കും. ഞങ്ങളുടെ ലോൺ ഞങ്ങൾ അടച്ചു തീർത്തോളാം. ചേച്ചി, നിങ്ങളുടെ ലോൺ മാത്രമല്ല, നിങ്ങൾ പരസ്പര ജാമ്യത്തിന് എടുത്തിട്ടുണ്ട്. എല്ലാവരും എടുക്കണം. അത് അടച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പിരിവിട്ട് അടയ്ക്കണം. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അതൊരു കാര്യം ഞാൻ ഈ ഒരു കാര്യം ചെയ്യും. നമുക്ക് ഇന്നൊരു ദിവസം ഒരു സായാഹ്നം ഒരു വൈകുന്നേരം ഒരു സമാധാനം തരുമോ? നാളെ അതിനെന്ത് ക്ലിയർ ചെയ്യാം. നാളെ അത് ക്ലിയർ ചെയ്യാം. ഞാൻ പറയല്ലേ? നാളെ അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് ബാങ്കിൽ വന്ന് പൈസ അടച്ച് നമുക്ക് ചെയ്യാം. ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ അവരെ. ഇങ്ങനെ വേളം വെക്കല്ലേ? നാളെ കാണാം. പെണ്ണുങ്ങളെ പേടിപ്പിച്ചല്ല ചേട്ടാ. കാര്യം. അപ്പൊ നാളെ ഉച്ചയ്ക്ക് മുമ്പ്. ഓ ചെയ്തേക്കാം. നിങ്ങളോട് ആര് പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് മുമ്പ് ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ അടയ്ക്കാന്ന്? എൻ്റെ കയ്യിൽ പൈസ ഇരിപ്പുണ്ടോ? ഇല്ലെങ്കിൽ അവൻ ഇവിടെ നിന്ന് പൈസ വാങ്ങിച്ചോണ്ടേ പോവുള്ളൂ. അതാണ് അവരുടെ രീതി. ഒരു പൈസ ഞാൻ ആത്മഹത്യ ഒന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവിടെ വിട്ടേനെ. പിന്നെ തങ്കം ആളും തരവും കണ്ട് ലോൺ ജാമ്യം നിൽക്കണം. എനിക്ക് മനസ്സിലായി ക്ലീറ്റോ, ആളും തരവും കണ്ടു വേണം നമ്മൾ ജീവിക്കാൻ. നിങ്ങളുടെ പെങ്ങളെന്ന് പറഞ്ഞവരുണ്ടല്ലോ, നിങ്ങളുടെ പെങ്ങള് ലില്ലി, കില്ലി, പല്ലി, അവൾക്ക് വേണ്ടിയല്ലോ ജാമ്യം നിന്ന്. നീ അവളിവിടെ കാണിച്ചത് കണ്ടായിരുന്നോ നിങ്ങള്? അവള് വന്നപ്പോഴത്തേക്കും അതാ തങ്കം ചെടുത്തി. ആ ചേച്ചിയാണ് ലോൺ എടുത്തത്. ആ ചേച്ചിയോട് പോയി ചോദിച്ചോളാൻ എന്നോട്. എന്നെ ഒറ്റയ്ക്ക് അയാളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് അവളെന്ത് ചെയ്യണം? അവളെന്റെ കൂടെ നിക്കണം. അവളും കൂടി ഉള്ളതല്ലേ. നേരത്തെ ചോദിച്ചു ഡാൻസ് ക്ലാസ്സിന് പോണെന്ന് പറഞ്ഞു. അതെ, ഒരു 10 മിനിറ്റ് വൈകിയാൽ എന്താ കുഴപ്പം? അപ്പൊ അവളെ സംബന്ധിച്ച് എനിക്ക് സംഭവിക്കുന്നതോ ഈ കുടുംബത്തിന് സംഭവിക്കുന്നൊന്നുമില്ല. അവക്ക് മാത്രം. അല്ലെങ്കിൽ അയാളുടെ മുമ്പിൽ എന്നെ ഒറ്റയ്ക്കിടുവോ? ഇപ്പൊ ക്ലീറ്റോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും പറയണ്ടേ? ലില്ലിയാണോ കുറ്റക്കാരി? അതെ, ലില്ലി കുറ്റക്കാരിയാണ്. ലില്ലി മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണ്. കച്ചറ മനുഷ്യരാണ് നിങ്ങൾ. മോറങ്ങോട്ട് ഇതൊരു കുടുംബക്കാരെ പറഞ്ഞത്. അതെന്താണ് കുടുംബക്കാരാ? ഹലോ സീത, നിങ്ങളിത് എവിടെയാ? നിങ്ങളിതാ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണതാണോ? കഴിഞ്ഞ മാസത്തെ നിങ്ങൾ അടച്ചിട്ടില്ല, ഈ മാസത്തെ നിങ്ങൾ അടച്ചിട്ടില്ല. ബാങ്കിൽ നിന്ന് ആള് വന്നേക്കണം. ഞാനിത് എന്താണോന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എന്റെ സ്വഭാവം നിങ്ങൾ മാറ്റരുത് വെറുതെ. അവരെ കിട്ടിയാ? അവരെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചതാ. വാട്സാപ്പിൽ നീ നേരത്തെ അതിന് മുമ്പ് അയച്ച മെസ്സേജ് അത് കിട്ടിയാ? അതൊന്നും അവർക്ക് കിട്ടണില്ല. അത് എല്ലാം ഒരു ശരിയേ ഉള്ളൂ എല്ലാത്തിനും. ഒരു ടിക്ക്. അപ്പൊ ഇത് അവർ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ കാണാതെ നീ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമുണ്ടോ? ശബ്ദം കളയാൻ തോന്നുന്നുണ്ട് എനിക്ക്. ഇനി അതവിടെ നിൽക്കട്ടെ. നീ ഇപ്പോൾ ഈ ബാങ്കിലെ ആൾ വന്നെന്ന് പറഞ്ഞിട്ട് ഇതിന് ഈ കുടുംബക്കാരെ നീ എന്താ പറഞ്ഞല്ല? കുടുംബക്കാരെല്ലാം കൂടെ നിന്നെ എന്ത് ചെയ്തു? നിങ്ങളുടെ കുടുംബക്കാരെ കത്തിക്കുക വേണ്ട. അല്ല, ഞങ്ങളെ കുടുംബക്കാരെ നിന്നെ എന്ത് ചെയ്ത്? നിങ്ങളുടെ കുടുംബക്കാർ അത്രയും കള്ളത്തരവും പകതിരിവും ഇല്ലാത്ത ആൾക്കാർ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. എടി ഇപ്പൊ എന്ത് നിന്നെ ആരെന്തേലും വല്ലതും ചെയ്താ? ഒന്നും ചെയ്തില്ല. ഞങ്ങളെ കുടുംബക്കാർ അവള് ലില്ലി അവളെന്ത് ചെയ്തു? ആ ബാങ്കുകാരൻ വന്നപ്പോ തന്നെ അതൊക്കെ നീ ചേച്ചിയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ആ ബാങ്കുകാരന്റെ മുമ്പിൽ തള്ളി വരുന്ന അങ്ങനെ ചോദിക്കാൻ കാര്യം നീയല്ലേ കുടുംബശ്രീയുടെ ഇവിടുത്തെ മെയിൻ ആളാന്ന് വെച്ചാൽ അവക്കറിയാം ചേച്ചി ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. കഴിഞ്ഞ മാസത്തെ പൈസ അടച്ചിട്ടില്ല, ചേച്ചി പൈസ ഇതിനകത്ത് ഒപ്പിക്കേണ്ടി വരും എന്നുള്ളത് അവക്കറിയാം. ഇല്ലേ? അവളിപ്പോ എന്തിനാ പോയേക്കുന്നത്? അരി മേടിക്കാൻ പോയതല്ലോ, തുള്ളാൻ പോയതല്ലേ? അവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ എന്താ കുഴപ്പം? എന്നെ ഒറ്റയ്ക്ക് അവിടെ ഇപ്പൊ ക്ലീറ്റോ ഉള്ളത് കൊണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അത് നോക്കട്ടെ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായാലും എന്റെ വെള്ളം മുങ്ങിയാലും അവർക്ക് രക്ഷപ്പെടണം. നീ ആളന്തരം കൊണ്ട് നിന്ന് ജാമ്യം നിൽക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്നിട്ട് അവളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലാതെ എന്നിട്ട് പിന്നെ നിങ്ങൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം നോക്കിയിരുന്നത്. നിങ്ങൾ നേരം വെളുക്കി ഒരു ദിവസം വന്നിട്ട് എനിക്ക് 25,000 രൂപ വേണം തങ്കമ്മേ, ഞാൻ എന്തെങ്കിലും ചെയ്തതാ എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കൈയും കാലിട്ട് അടിച്ചപ്പോൾ ആ പെണ്ണുമ്പുള്ളേ എനിക്ക് ഒപ്പിട്ട് തരാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പരസ്പര ജാമ്യത്തിന് ഞാൻ അവർക്ക് ഒപ്പിട്ട് കൊടുക്കണം. അതിനിപ്പോ എന്താ കുഴപ്പം? ഈ 25,000 കുടുങ്ങുന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് വിഴുങ്ങിയില്ല. അതിൽ 13,000 രൂപ മുത്തിന്റെ സ്കൂൾ ഫീസ് അടച്ചു ഇല്ലേ?
ഇല്ലേ? ഇല്ലെന്ന് പിന്നെ അത് ആരടക്കണം? ബാക്കി 12,000-ല് ഏതാണ്ട് ഒരു 3,000-4,000 രൂപയ്ക്കകത്ത് പലചരക്ക് കടയിലടച്ചു. ആ ശരി. പിന്നെ എങ്ങാണ്ട് ഒരു 5,000 രൂപയാണ് ഞാൻ എടുത്തത് അറിയുന്നത്. ഓ അപ്പൊ 5,000 രൂപ കൊണ്ടുപോയി വിഴുങ്ങി. അല്ല ഞാനൊരു കാര്യം ചെയ്തിട്ടേ ക്ലീറ്റോ, ഈ 13,000 രൂപ മുത്തിന്റെ ഫീസ് അടച്ചെന്ന് പറഞ്ഞ് 5,000 രൂപ പലചരക്ക് കടയിൽ കൊടുത്തെന്ന് പറഞ്ഞ്, ഇതിപ്പോ ആരല്ലാതെ കൊടുക്കേണ്ടത്? നമ്മൾ കൊടുക്കണം. നമ്മളോ? ആ നമ്മളോ? പിന്നെ എന്തിനാ ഞാൻ നിങ്ങളെ കെട്ടിയത്? നമ്മള് കൊടുക്കാനാണ്. അയ്യോ, ഒരു കുട്ടിയുടെ ഉത്തരവാദിത്വം നമുക്ക് രണ്ടുപേർക്കും കൂടെയാണ്, അല്ലാതെ ഒരാളെ മണ്ടയ്ക്ക് അങ്ങനെ വെക്കല്ലേ. കുജുമ്പജാതൻ പറഞ്ഞിട്ട് കൂടെ നടക്കണ എന്തിനാ? അതിപ്പോ പറയുമ്പോ എല്ലാരും അങ്ങനെയല്ലേ പറയുള്ളൂ. എന്തൊരു ബഹളം ഇത്? എവിടെല്ലാം കേൾക്കാം? കേൾക്കണം, നാട്ടുകാർ മുഴുവൻ കേൾക്കണം ഈ കുടുംബത്തിന്റെ ചരിത്രം. നീ കുടുംബത്തെ പറയല്ലേ? കുടുംബത്തെ പറയും. നിങ്ങളുടെ കുടുംബം അഴുക്കാണ്, കൊള്ളൂല. ആ കൊള്ളൂലെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. നിങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും നല്ല കുടുംബം നിങ്ങളുടെ ആണ്. ആ ഞങ്ങൾക്ക് മര്യാദ നമ്മള് പുറത്താ മതിൽ എഴുതി വെക്കാം. കുടുംബക്കാരെ പറയാടാ, നീ അതിനകത്തില്ല, നിനക്ക് ഇത്തിരി മര്യാദയുണ്ട്. ഞാൻ പറഞ്ഞുതരാം മോനെ. 25,000 രൂപ കുടുംബശ്രീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ജാമ്യത്തില് ലോൺ എടുത്ത് കില്ലിപ്പെണ്ണിന് എടുക്കേണ്ടി വന്നില്ല. കില്ലിപ്പെണ്ണിന്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, ഇനി എടുക്കും അവള്, ഇനി എടുക്കും. കെട്ടിയവനിപ്പോ ഇത് വന്നല്ലോ, എവിടെ ജാമ്യം നിന്നോട് തേച്ചിട്ട് പോയി. ആ പെണ്ണിനെ ഇപ്പൊ കാണാനില്ല. തേച്ചിട്ട് പോയിന്ന് പറഞ്ഞാൽ നിങ്ങളടി കാര്യം എന്താ? അല്ല അത് ഇവള് കുടുംബക്കാര്, ഞങ്ങൾ എന്തോ ചെയ്യുന്നു? നമ്മളെ കുടുംബം ലില്ലി ബാങ്കിൽ നിന്ന് ഇപ്പൊ ആള് വന്ന്, ഇവനൊന്നും അറിഞ്ഞിട്ടില്ല. ബാങ്കിൽ നിന്ന് ആള് വന്നപ്പോ ഞാൻ കഴിഞ്ഞ മാസം പോലെ എനിക്ക് ടെൻഷനാ. ഇവള് എന്നെ കാണിച്ചിട്ട് ആ ബാങ്കുകളുടെ ഇത് ആളെന്ന് പറഞ്ഞിട്ട്, കുടുംബശ്രീയുടെ മെയിൻ ആള് ഇവളാണെന്ന് പറഞ്ഞിട്ട് അവൾ എന്താ ഡാൻസ് ക്ലാസ്സിൽ പോണ തിരക്കിൽ അവള് പോയി. അല്ല എന്നാലും അത് ശരിയാണോ? ശരിയാണോ? നാട്ടൂരല്ലേ ബാങ്കിൽ നാളെ തിരക്ക് വരുമ്പോ ഒന്ന് നിന്നാതെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകണ്ടേ? ഇപ്പൊ കീറ്റുള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായില്ല, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകൂലേ? ഇല്ലേ? ലില്ലിയുടെ സമ്മതം വാങ്ങിച്ചിട്ടാണ് ഇവള് ജാമ്യം നിന്നത് അല്ലല്ലോ. എന്നാലും ഒരു വിത്തിക്ക് അപ്പുറം ഇപ്പുറം താമസിക്കുന്ന ഒരു ആവശ്യം എന്താണ് പറയണത്? മോശമായി പോയി. ചോദിക്കണം. എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഈ ലോൺ അടച്ചു തീർത്താലും കുഴപ്പമില്ല. ഇന്ന് ഇവള് കാണിച്ച അഹങ്കാരത്തിന് നിങ്ങൾ ചോദിക്കണം. എന്ന് നിങ്ങൾ ചോദിക്കൂലേ? ചോദിക്കാം. അങ്ങനെ പറഞ്ഞാ പോരാ, ചോദിക്കണം. ചോദിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. മാറങ്ങോട്ട്. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ, ആവശ്യമില്ലാത്ത ഏടാ കൂടുതൽ. ഡേ നിന്റെ അടുത്ത് കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇവിടെ കുറ്റപ്പെടുത്തിയില്ല കുടുംബക്കാരെന്ന്. അത് ഏത് കുടുംബം നിനക്ക് മനസ്സിലായ? നമ്മളെ കൊടുങ്ങ അവളെ കുടുംബം. ഇനി അവള് കുറ്റപ്പെടുത്തിയ ലില്ലി എന്ന് പറയുന്നത് നിന്റെ ആരടാ? നിന്റെ പെങ്ങള്. അവളെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഒരു ബോധവും പൊക്കണമില്ലാതെ നീ ചുമ്മാ അല്ലടാ ഒരു ഗതിയും പരഗതിയും പിടിക്കാതെ ഇങ്ങനെ നടക്കണത്. നീ നന്നാവൂല. അപ്പോ ഒരു വകതിരിവില്ലാത്ത ലില്ലിപ്പങ്ങളെയാണ് ഇത്ര നേരം കുറ്റം പറഞ്ഞോണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനാണ് ജാമ്യം നിന്ന് ലോൺ എടുത്തത്, അതുകൊണ്ട് ഞാൻ തന്നെ അടയ്ക്കണം. അതല്ലേ പറയാൻ വന്നത്? അങ്ങനെയാണെങ്കിൽ പറയണ്ട, എനിക്കറിയാം. അല്ല ഞാൻ ഇതാണ് പറയാൻ പോണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? എല്ലാവരും എന്നോട് തന്നെയല്ലേ പറയണത്. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. എന്നാ പറ. സംഭവം നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ് രണ്ടുപേരും. അപ്പോൾ നിനക്കൊരു ആവശ്യം വരുമ്പോൾ ഒരു ആപത്ത് വരുന്ന സമയത്ത് അവൾ നിന്റെ കൂടൊപ്പം നിൽക്കണ്ടായിരുന്നു അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഒരു 80% തെറ്റ് അവളുടെ ഭാഗത്താണ്. 100% തെറ്റ് അവളുടെ ഭാഗത്താ. ആണോ? പിന്നെ അപ്പൊ 100. ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു ലോൺ എടുത്തെന്നുള്ളൊരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ, അല്ലേ? അതിപ്പോ എല്ലാവരും ചെയ്യൂലേ? നിനക്കൊരാവശ്യം വന്നാൽ നീ എടുക്കൂലേ? നമ്മുടെ അപ്പുറത്തുള്ള ആള് നമ്മളെ ചതിക്കുന്നു. നമ്മളെ എങ്ങനെ അറിയൂടാ? ചക്കയാണോ തുറന്നു നോക്കാൻ? ഇപ്പം ഈ ചീപ്പ് കേസിൽ നിങ്ങൾ നാത്തുമാരിങ്ങനെ പോരടിക്കാൻ തയ്യാറാവേണ്ട കാര്യമില്ലായിരുന്നു. എന്ത് ചീപ്പ്? നിന്റെ ഭാര്യ റോസ്മേരി നിന്നെ കളഞ്ഞിട്ട് വേറൊരുത്തിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് ചീപ്പാണോ വഞ്ചനയാണോ? പറ. അതെന്തൊരു വർത്താനം? റോസ്മേരി എന്റെ ഭാര്യയാണ്. ഇവിടെ നിങ്ങൾ നാത്തുമാര് തമ്മിലാണ്. ഇത് വിഷയം രണ്ടല്ലേ? അല്ല, ഒന്ന് തന്നെയാണ്. നാത്തൂനാണെങ്കിലും ഭാര്യ ആണെങ്കിലും ഒരാളെ വഞ്ചിച്ചോണ്ട് പോയാൽ അത് വഞ്ചന തന്നെയാണ്. ഇതൊക്കെ വഞ്ചന എന്നൊക്കെ പറഞ്ഞ വേറെ വലിയ കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളോട് ഞാൻ ആദ്യം പോലെ പറയുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണെന്നറിയാലോ? ഇത്തരം കാര്യങ്ങൾ വീടിന് പുറത്ത് പടിക്കകത്ത് കയറ്റരുത്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. നീ കേട്ടിട്ടില്ലടാ? അടുത്ത് പല ആവർത്തി പറഞ്ഞു ഇത് വീടിനകത്ത് കയറ്റലെന്ന് പറഞ്ഞ കേസാണ്. ഞാനപ്പോൾ എന്ത് ചെയ്യണം? എനിക്കറിയാം, ഞാൻ അല്ലെങ്കിൽ എന്നും ഒറ്റയ്ക്കാണ്. എനിക്ക് ലോകത്ത് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് വേണ്ടി വർത്താനം പറയാൻ. ഞാൻ ചോദിക്കും, വേണം 2 അടിയും കൊടുക്കും. അടിക്കൊന്നും വേണ്ട, ഒന്ന് പേടിപ്പിച്ചാൽ മതി. അവൾക്ക് ഇച്ചിരി പേടിയുടെ കുറവുണ്ട്. ചോദിക്കണ്ടേ? അടിക്കണോ?
ചോദിക്കാണ് ചോദിക്കാം അതങ്ങനെ ഇതായി ചോദിക്കാം ചോദിക്കണം. അത് ശരിയല്ലല്ലോ അങ്ങനെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കണ്ടേ? ഒട്ടും വിചാരിച്ചില്ലടാ ഇവിടെ എന്നെ ഇട്ടിട്ട് പോകുമെന്ന്. ഉപേക്ഷിച്ച് പൊക്കളന്നില്ലേ വിളിച്ചു. നീ ഒന്ന് ആലോചിച്ച് നോക്കേ, നിനക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നേ. വേണ്ട, അവക്കാണ് അങ്ങനെ അവസ്ഥ. തങ്ക അങ്ങനെ പോവോ? ഞാൻ നിന്ന് പൊരുതിയേനെ, അതറിയാമോ? നീ നിന്നെ പോലെ അല്ലല്ലേടി അവള് വരുമ്പോ ചോദിച്ചാ പോരെ. വരട്ടെ, നീ ഒന്ന് അടങ്ങ്, ഞാൻ നിക്കല്ലേ. ക്ലീറ്റോ പലതും പറയുന്നുണ്ട്. ക്ലീറ്റോന്റെ പെങ്ങളെ ഇതാക്കണമെന്നേ ഉള്ളൂ, മനസ്സിലായ? സത്യത്തിന്റെ കൂടെ നിക്കണമെന്നല്ല ക്ലീറ്റോന്. സത്യമാണെങ്കിലും എന്താണെങ്കിലും ഞാൻ എന്റെ പെങ്ങളൂടെ നിൽക്കുള്ളൂ. നീ ധൈര്യട്ടില്ലേ? ലില്ലിപ്പെണ്ണ് അങ്ങനെ ഒരു ചെയ്തതല്ലേ എനിക്ക് സത്യം തെളിയിക്കാൻ ഞാൻ വേണമെങ്കിൽ ആ ബാങ്കിൽ ആളെ വിളിച്ചോണ്ട് വരാം. വേണോ? വേണ്ട, അല്ല അത് ഞാൻ വഴക്ക് അല്ല പിന്നെ പറയണോ കേട്ടോ. എന്താ ബാത്റൂമിൽ പോകണം. ഇവരെപ്പോഴും സൂക്ഷിച്ചു നോക്കി, ഇതാ കുഴപ്പം. അല്ല ഈ പൈസയുടെ കാര്യം എങ്ങനെയാണ്? അതോടെ ഞാനും ആലോചിക്കണ എന്ത് ചെയ്യും. എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല. ഞാൻ ഓർക്കണം ഒന്നും കൂടി അവരുടെ വീട്ടിൽ പോയി നോക്കാം. വീട്ടിൽ ആരുമില്ല നീ അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതാടാ, പിന്നിപ്പോ എന്താ ചെയ്യണത്? നീ തരാന്നാണോ? അല്ല നീ തരാന്നാണോ പൈസ? വേണ്ട, അല്ല അവള് വരട്ടെ, ചോദിക്കാം നമുക്ക്. സാറേ എത്ര നേരമായിട്ട് വിളിക്കണേ, ഒന്ന് ഫോൺ എടുത്തൂടെ? പിന്നെ ഞാൻ വിളിച്ചത് ഒരു ചെറിയ പ്രശ്നം. ഇല്ല വേറൊന്നുമല്ല, പാർട്ടിയുടെ അല്ല, നമ്മുടെ തങ്കമ്മ കുടുംബശ്രീയിലെ ഒരു സ്ത്രീക്ക് വേണ്ടി ജാമ്യം നിന്ന്. അത് നിനക്ക് ഓർമ്മയുണ്ട, മറ്റേ പഴയ ഒരു സുമാരം വൈദ്യം ഉണ്ടായിരുന്നു, അയാളൊരു മോള് ഒരു തമിഴിൻ്റെ കൂടെ ഒളിച്ചോടി പോയതേ, സീത എന്ന് പറഞ്ഞിട്ട്. അത് തന്നെ. കേട്ടാ, നോക്കിയിട്ട് വിളിക്കണേ, കുഴപ്പമില്ലേ? ശരി. എന്തൊക്കെ തലവേദന. ഒന്നാമത് പാർട്ടിയുടെ 100 പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ളത്. രാഷ്ട്രീയത്തിൽ ഇത്രയും പിടിപാടുള്ള മച്ചമ്പിക്ക് വല്ല പാടുണ്ടോ? ഈ അൻസാറൊക്കെ വിളിച്ച സമയത്ത് ആ ഫോൺ എടുത്തിട്ട് ആക്രാന്ത് സാറിനെ ഒന്ന് വിളിച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ആക്രാന്ത് സാർ ഇരിക്കുന്നത് ഡൽഹിയിൽ. ഇപ്പോൾ നമുക്ക് സംഭവം അന്വേഷിക്കേണ്ടത് തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിലെ പ്രശ്നം അന്വേഷിക്കാൻ നമ്മൾ എന്തിനാണ് ഡൽഹിയിൽ വിളിക്കുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ സകല കാര്യങ്ങൾക്ക് കേന്ദ്രത്തിലോട്ട് വിളിക്കേണ്ട കാര്യമെന്തോ? പച്ചമ്മ എപ്പോഴും കേന്ദ്രത്തിൽ വിളിക്കത്തില്ലേ? അതുമല്ല, ഈ കേരളവും തമിഴ്നാടും എല്ലാം ചേരുന്നത് ഇന്ത്യക്കകത്തല്ലേ? ആ ഇന്ത്യക്കകത്ത് തന്നെയാണോ ഈ ആക്രാന്ത് സാർ ഇരിക്കുന്ന ഡൽഹി? അവിടെ നിന്ന് വിളിച്ച് തൂത്തുക്കുടി ബ്രാഞ്ച് സെക്രട്ടറി അടുത്ത് കോൾ കൊടുത്തിട്ട് നമ്പർ കൊടുത്തിട്ട് അഡ്രസ്സ് കൊടുത്താൽ വിളിച്ച് തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിന് മുന്നേ ഞാൻ കൊടുങ്ങാവള ബ്രാഞ്ച് സെക്രട്ടറി വിളിക്കും. അതായത് കുഞ്ഞമ്മച്ചിയെ വിളിച്ചിട്ട് നിന്നെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കെട്ടിക്കാനായിട്ട് ഞാൻ പറയും. നീ അല്ലടാ ഇപ്പൊ ആവശ്യമുള്ള രീതിയിൽ എന്നെ വിളിച്ചത്, തങ്കത്തിന് നീ ഇളക്കിയിട്ടല്ലേടാ ഇത്രയും പ്രശ്നമായത്. ഞാൻ താഴെ തൊടി നിന്നപ്പോ നിങ്ങളുടെ അടുക്കളയിലെ പ്രശ്നം ഞാൻ കേട്ടു. നിങ്ങളാണ് ഇത്ര ഒച്ചപ്പാട്. സോൾവ് ചെയ്യാൻ നോക്കിയപ്പോൾ നീ ഉടനെ വന്ന് നീ അത് ലില്ലി ചെയ്ത് ശരിയല്ല, ലില്ലി ആര് തങ്ക ആര് നിനക്ക് ബോധം ഉണ്ടോടാ? പെങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട്. അതെ, എനിക്കിവിടുന്ന് എസ്കേപ്പായി കൊടങ്ങാവളയിലോട്ട് പോവാം. മച്ചമ്പി ഇവിടെ പ്രശ്നമായി എങ്ങോട്ട് പോകും? അതാണ് നിന്റെ പ്രശ്നം. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഉണ്ടാവുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം നീ ഒറ്റൊരുത്തനാണ്. നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ തോയത് അവസാനം എന്ത് വന്നാലും എന്റെ തലക്കാണല്ലോ. നിങ്ങളെ പെണ്ണുമ്പോൾ ആ ജാമ്യത്തിൽ പൈസ എടുത്തടക്കാത്ത ഞാൻ എന്തോ ചെയ്തു? ഞാൻ വല്ല ജാമ്യക്കാരെ ഒപ്പിച്ചിട്ട് തൂങ്ങിച്ചാവാൻ പോവാ. എനിക്കിത് കേൾക്കേണ്ട കാര്യമില്ല. സംഘം ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. അവള് വേറെ മനസ്സിലൊന്നും വെച്ചിട്ടേ നീ ഇനിയിപ്പോൾ അവളുടെ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട. അയ്യാ പറയാൻ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്ക് എൻ്റെ ആങ്ങളെ ഉണ്ട്, അവൻ സംസാരിച്ചോളും. അല്ല, സാധാരണ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യാൻ ഭർത്താക്കന്മാരുടെ കയ്യിൽ പൈസ ഉണ്ടാവും. അങ്ങനെയാണ് നാട്ടുകിടപ്പ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ജോലിക്ക് പോകണം അവള്, പൈസ ഉണ്ടാക്കണം അവള്, ആഹാരം വെച്ച് വിളമ്പണം അവള്. എന്ത് വേണം? ഓരോരുത്തർ പറയണാട്ടോ തോന്നും. ഇതിപ്പോൾ ഞാൻ എന്തോ എടുത്ത് പുട്ട് വിഴുങ്ങിയ പോലെയാണ്. കണ്ണി കണ്ടവർക്ക് ജാമ്യം നിന്നിട്ട് ഞാനെന്ത് കഴിച്ച്? അയ്യോ ഞാനെന്ത് കഴിച്ച്? ഞാൻ ആ പൈസ എന്തിനാ എടുത്തതെന്നുള്ളത് അടുക്കളയിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അതിനുള്ള മറുപടി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ. എന്ത് ചെയ്താ പൈസ? 13,000 രൂപ മുത്തിന്റെ ഫീസ് കൊടുത്ത്, 4,000 രൂപ പലചരക്ക് കടയിൽ കൊടുത്തു. പിന്നെ മനസ്സിലായി കനക, ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ട് നമുക്ക് ഉടനെ തന്നെ ഒരു വക്കീലിനെ പോയി കാണണം. ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കാനുണ്ട്. എന്നാ വക്കീലിനെ കാണുന്ന പൈസ മതിയല്ലോ നിനക്ക് ആ സീതയുടെ ഇത് ലോൺ അടയ്ക്കാൻ. അടച്ചാ പോരെ? പോകാവോ? നിങ്ങൾ ആരും തർക്കിക്കണ്ട. അവളോട് ചോദിക്കാൻ എനിക്കറിയാം. ഞാൻ ചോദിക്കും. വരട്ടെ അവള്. അതെ, ആവശ്യമില്ലാതെ നാക്കെടുത്ത് വളയ്ക്കൽ മിണ്ടായിരിക്കും. എനിക്കറിയാം.
ഒരു മര്യാദ വേണം, മര്യാദ. എന്ത്? എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം ചോദിക്കണം. അവിടെ നിൽക്കുക, ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം പറയാം. എനിക്കൊരു കാര്യം പറയണത്. ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം പറയട്ടെ ആദ്യം. ഇവിടെ നടന്നൊക്കെ റൊണാൾഡോ വിളിച്ച് പറഞ്ഞോണ്ടോ അവളുടെ അടുത്ത്? അതിനെന്താ നീത്തി മിണ്ടാ നിൽക്കുക. ചേച്ചി പൈസ സീത ചേച്ചിയുടെ പൈസ നിനക്ക് എങ്ങനെ കിട്ടി? എൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കുന്ന ഒരു ആരതി എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്. അതിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴല്ലേ മനസ്സിലായത് ഈ ആരതിയുടെ ബന്ധുവാ സീത ചേച്ചി. സീത ചേച്ചിയുടെ മോളില്ലേ തൂത്തുക്കുടി കല്യാണം കഴിച്ച് വിട്ടേക്കുന്ന ആ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് പോയത് അവിടെ വെച്ച് ആക്സിഡന്റ് ആയിരുന്നു. ഓട്ടോ മറിഞ്ഞു. ഭയങ്കര സീരിയസ് ആയിരുന്നു ആ ചേച്ചിക്ക്. കുറേ ദിവസം ICUലൊക്കെ ആയിരുന്നു. ആക്സിഡന്റിൽ അവരുടെ ഫോണൊക്കെ പൊട്ടിപ്പോയി. അതാ നമ്മൾ വിളിച്ചിട്ട് കിട്ടാഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ ഈ ആരതിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അമ്മ വന്ന്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആരുടെങ്കിലും ഒരു നമ്പർ തരുമോ എന്ന് വെച്ചപ്പോൾ ആ മകളുടെ നമ്പർ തന്നു. ആ മകളുടെ നമ്പറിൽ വിളിച്ചപ്പോഴത്തേക്ക് ആ കൊച്ചു പറഞ്ഞു അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ലോൺ എടുത്തിട്ടുണ്ടോന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്തു തന്നു. പിന്നെ ഞാനിപ്പോൾ ATM കയറി ആ പൈസ എടുത്തോണ്ട് വന്നു. ചേച്ചി ടെൻഷൻ അടിച്ചിരിക്കുമല്ലോ എന്നോർത്ത്. ഏട്ടനെന്ത് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു? ഏട്ടനെന്താ എന്നോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു? നീ ആ ബെഡ്റൂമിലെ ഫാൻ എന്താ ഓഫ് ചെയ്യാതെ പോയത്? ഏട്ടനെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓഫ് ചെയ്യാൻ വയ്യായിരുന്നാ? നേര് നിനക്കങ്ങ് ഓഫ് ചെയ്യാൻ പാടില്ലേ കനക? അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ഇതേപോലെയാ. ഇതാണ് ഇത്ര മുഴിപ്പിച്ചൊരു കാര്യം പറഞ്ഞു. ആ പെണ്ണ് കഷ്ടപ്പെടാൻ പോയിട്ട് വന്നത് പോരാ, എന്നിട്ട് ഫാൻ ഓഫ് ചെയ്യാൻ പറ്റിയില്ല.